നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിനോട് വിട പറഞ്ഞു പോവാണ്. നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലാണിത്. ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ നമ്മുടെ സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വീടും ഈ ഒരു ഹോസ്റ്റലും കൂടിയാണ്. വളരെ നല്ല ഒരു നൈറ്റായിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത്. ഇതാണ് നമ്മളുടെ ഹോസ്റ്റൽ. Welcome. It's my pleasure. It's Thank good, you. very Thank good. you. Come again with your friends, with your family. Inshallah. Inshallah. Assalamu alaikum. Wa alaikum assalam. Shukran. Bye. Okay, bro. Keep in touch, huh? Inshallah. Keep in touch. Okay. 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 Good luck. Have a Okay. nice day. Bye. Bye. അപ്പോൾ നമ്മൾ സമർക്കന്ദിനോട് വിട പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാ ലൊക്കേഷൻസും ഒരു ഹിസ്റ്റോറിക്കൽ ലൊക്കേഷനാണ്. സിൽക്ക് റൂട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻസാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉസ്ബെക്കിസ്ഥാന് ഇന്ന് ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട നിർമ്മിതികളെ കൊണ്ട് തന്നെ സമ്പന്നമാണ് ഉസ്ബെക്കിസ്ഥാന്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള സിൽക്ക് റൂട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ടൂറിസം വളരാൻ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് അവരുടെ ജനങ്ങളുടെ അപ്രോച്ച് കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ജനങ്ങൾ, ഈ ഒരു ഉസ്ബെക്കി ജനത നമ്മളെ സ്വീകരിക്കുന്ന രീതി വളരെ അത്ഭുതകരമായിട്ട് തോന്നും. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തിരുന്ന ഹോസ്റ്റൽ റെയ്ഹാന യുണീക്ക് സ്റ്റേ എന്നുള്ള ഈ ഒരു ഹോസ്റ്റൽ ഞാൻ booking.com വഴി 37 ദിറംസിനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. ഈ ഒരു ഹോസ്റ്റലിലത്തെ ഹോസ്റ്റ്, അയാളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. You know Shah Rukh Khan. I know Bollywood. Bollywood, Shah Rukh Khan, Salman Khan. റഹ്മത്ത്. ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ കുറച്ച് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാം ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ട്രാമിൽ കയറിയിട്ട് വേണം ന്യൂ സിറ്റി സമർക്കന്ദിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ. ഏരിയ ഫുള്ളായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു സ്ട്രീറ്റാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ വേറൊരു എൻഡ് ഈ ഒരു തലക്കാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു മാർക്കറ്റ് കണ്ടില്ല, ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സലാം. اوكي مدام سلام. نعم. شالك اوكي اي بازار. بازار اوكي اوكي. استين اوكي شالي شال. شالي ارض اكيس 20 شال ها 20 اوكي بيستر عربي مسلم ايوه. اه عرب لا انا هندوستان. هندوستان ما انا سوغا سوغا أي. نمس سوغا يا زلمه ايوه باوي انا ഇവിടുത്തെ ഒരു ലോക്കലി അവരുടെ ലോക്കലാണ് കൂടുതലും. അവരുടെ ലോക്കൽ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന കടയാണ് ഇതൊക്കെ. നമുക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കാണാം. ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങണം. അതിന് ശേഷം നമുക്ക് ഇന്ന് നൈറ്റ് ബുഹാറെ പോകാനുള്ളതാണ്. ഒരു ഏരിയയിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പാണ്. സലാം. അടിപൊളിയാണ് കേട്ടോ. വലിയ മാർക്കറ്റാണ്. അവിടെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയാണ്. ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇത് സ്പൈസസിൻ്റെ വേറെ ഉണ്ട്, അതുപോലെ തന്നെ ഈ വാൽനട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങണം, കാരണം ട്രെയിനിലിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. റഹ്മത്ത്
Only little. I think Half kilo, okay? 250 is enough. Half kilo, okay? Quarter. Yes. So 2000. Actually, I don't like that one. Only half. Quarter. Half kilo. 250. Quarter enough. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ക്വാർട്ടർ വാങ്ങാം. അതുപോലെ തന്നെ വാൽനട്ട് രസമായിരിക്കും. വാൽനട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് വാൽനട്ട് ഓക്കെ ആണെങ്കിൽ വാൽനട്ട് വാങ്ങാം. അപ്പോൾ ഇവരുടെ ഇതാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത് കേട്ടോ. ദിസ് വൺ വാൽനട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാഷ്യൂ അതുപോലെ തന്നെ വാൽനട്ടും വാങ്ങി ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാമല്ലോ കുറച്ച്. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ് കാര്യങ്ങളൊക്കെ വരുന്ന മാർക്കറ്റ് ഇതാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു സൈഡിലുള്ളതാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്ന മാർക്കറ്റ്. ഈ ഒരു സൈഡിലാണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഏരിയയിലും കൂടിയും കറങ്ങി നടക്കാം. അപ്പോൾ സംഭവം കൊള്ളാട്ടോ. നല്ല ആളുകളൊക്കെ ഭയങ്കര ക്വയറ്റാണ്, നല്ല ആളുകളാണ്, അതൊന്നും കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ. ഇത് ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. ഇത് ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന ആ ഒരു മസ്ജിദിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ട്രാമിലാണ്. അപ്പോൾ ട്രാം എവിടെയെന്നുള്ളത് ഇവിടുത്തെ ആരോടേലും ചോദിച്ചു നോക്കാം. എനിക്കറിയണ്ടേ കാര്യങ്ങളെന്നുള്ളത് അറിയണ്ടേ. ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ നേരെ ഔട്ട് സൈഡ് പോകണം. അപ്പോൾ ഔട്ട് സൈഡിലും അപ്പോൾ ആ കാണുന്ന ഒരു ടോമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിനൊക്കെ. എനിക്ക് ജസ്റ്റ് ട്രാം എവിടെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ട്രാമിൽ കയറാൻ വേണ്ടി പോവാം. നമ്മൾ ഈ ഒരു സ്ക്വയറിനോട് ഇവിടെ പറയാണ്. അടുത്തത് നമ്മൾ ട്രാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, അതായത് ന്യൂ സിറ്റി ഓഫ് സമർഖന്ദ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹസ്രത്ത് ഹിസർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നല്ല പ്ലേസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഡിയം നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ടൂറിസ്റ്റ് പോലീസാണ്. 102 ആണ് ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കാണാനും ഇതിനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് സലാം. I think we met morning, huh? Yeah, I remember. Sure. Yeah. You take photo also? Yeah. If you want to go train station, you should go from this path down. Down? Yeah, right. Straight. After this bridge. That on bridge? this bridge, yeah. There is Station. Tram station. Yeah. So I can get ticket paying money also. Yeah. Okay. All the time. What's your name, sir? Shahzad. And your? Shahzad. Suhail. Suhail. Yeah. Nice to meet I think we met morning. Yeah. We take photo also. you. Yeah. It's a good time. Yeah. Bye. I'll just visit then. Thank you, sir. അപ്പോൾ ഇതാണ് ഒരു റജിസ്ഥാൻ സ്ക്വയർ കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു ഏരിയ ആണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ടൗൺ വരുന്നത്. ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ബിൽഡിങ്, ഇതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ട്രാമിൽ കയറാം. അപ്പോൾ നമ്മുടെ ബുഹാറേക്കുള്ള ട്രെയിന് ഇന്ന് നൈറ്റാണ്. അപ്പോൾ ഇതാണ് എന്തോ ഹസ്രത്ത് ഗിസ്ര അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ്, എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കി നോക്കാം. ടിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കയറത്തില്ല ഗൈസ്, കാരണം എൻ്റെ സോമ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡോളർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പൈസ ആക്കാൻ വേണ്ടിയിട്ട്. സോമ് കഴിഞ്ഞു. അപ്പോൾ ഡോളർ അക്സെപ്റ്റ് ചെയ്യും. ഡോളർ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ട്രാമിൽ കയറിയിട്ട് സിറ്റി കാഴ്ചകൾ കാണാം. രണ്ടുപേരുടെ ഈ ഒരു സിറ്റി വെൽ ക്ലീനാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ സിറ്റി കണ്ടില്ലേ, ഫ്ലോറൊക്കെ നോക്കി കംപ്ലീറ്റ് ക്ലീനാണ്. ക്ലീൻനെസ്സാണ് ഇവിടെ പ്രധാനം. നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിൽ പോയാലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗൈസ്. എന്ത് രസമാണല്ലേ കാണാൻ. പിന്നെ കൂടുതലും എല്ലാതും ഒരേപോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് എങ്കിലും ഈ ഒരു ബിൽഡിങ്ങിന് ചെറിയ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ. എല്ലാം ഒരു ആ ടോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറൊരു സ്ട്രക്ചറിലാണ് ഈ ഒരു ബിൽഡിങ് വന്നിട്ടുള്ളത്. ഒരു ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കൺട്രിയാണ് കേട്ടോ ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ കൾച്ചറലി നമ്മുടെ സിൽക്ക് റൂട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. വളരെ അഫോർഡബിളായിട്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ 149 രൂപയാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത്. ഐ തിങ്ക് ഇതൊരു മക്ബറ ആണെന്ന് തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞ മക്ബറ എന്ന് പറയുന്ന ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം മക്ബറ എന്ന് പറയും. അപ്പോൾ അതാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ആ സമർപ്പണ സിറ്റിയാണ് കാണുന്നത്. അതേപോലെ തന്നെ ആ കാണുന്ന അതാണ് രജിസ്ഥാൻ സ്ക്വയർ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. സമർഖണ്ഡ് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അടുത്തടുത്താണ് ഈ ഡെസ്റ്റിനേഷൻസ് ഒക്കെ വരുന്നത്. അടുത്തടുത്താണ് ഈ ഷഹസിൻ്റെ ആണെങ്കിലും ഈ രജിസ്ഥാൻ സ്ക്വയറും എല്ലാം വരുന്നത് അടുത്താണ്. അപ്പോൾ ഇനി നമുക്ക് ട്രാമിൽ കയറിയിട്ട് ഉസ്ബെക്കിസ്ഥാൻ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ട്രാമിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് സിറ്റിയിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളത് ഹസ്രത്ത് ഗിസറിനോട് വിട പറഞ്ഞിട്ട് നേരെ ട്രാമിലാണ് പോകുന്നത്. ആ ഹസ്രത്ത് ഗിസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുസോളിയത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മളൊരു എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഏരിയ വരുന്നത്. മനോഹരമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ 1, 2, 3 ഒരു ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ ഒരു സിറ്റി, ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. അതൊരു ഈവനിങ്ങിലൊക്കെ, ഞാനിപ്പോൾ ഒരു ഈവനിങ് ആണ്, ഏകദേശം 4:45, 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സമർഖണ്ഡാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ മരങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഇല പൊഴിയാൻ കാത്തു നിൽക്കുകയാണ്. കുറേയൊക്കെ ഇല പൊഴിഞ്ഞ് വെറും ശിഖിരം മാത്രമായിട്ടുണ്ട്. ആ ഒരു വിൻ്ററിനെ വരവേക്കാൻ വേണ്ടിയിട്ട് സമർഖണ്ഡ് സിറ്റി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കാണുന്നത്. അങ്ങനെ അങ്ങ് ദൂരെ ഹസ്രത്ത് ഗിസറിൻ്റെ ആ ഒരു മുസോളിയം കാണാം. അപ്പോൾ ആ ട്രാമിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു ട്രാം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. അതാണ് ട്രാം. ബ്രോ, എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ ഐ ഗെറ്റ് ദ ടിക്കറ്റ്? How can I get the ticket? Ticket? No, What? ticket. Money. Money? Money. Inside? Yes. So I can... 2,000 sum. Yeah, it's good. Can sit there? Yes. Okay. അപ്പോൾ ഇതാണ് ട്രാം വരുന്നത്. ഈ ഒരു വീടിന് ട്രാമിൽ നമുക്ക് ട്രാമിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ട്രാം.
അപ്പോൾ നമ്മൾ ട്രാമിൽ കയറിയിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് സിറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ട്രാം. ഇതിൻ്റെ ടിക്കറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ടിക്കറ്റ് തരാൻ ആൾ വരുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹായ്. Hi, What's your name? how are you? My name is Sarvinos. Sorry? My name is Sarvinos. Savinos. Yeah. Okay. So നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രാമിൻ്റെ പൈസ ഇവർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ട്രാമിൻ്റെ കാര്യങ്ങൾ ഇവരോട് ചോദിക്കും. So can you explain where we are going and how is the tram working like? Now we are in Zagvitsky and in the end we will go to the Vokzal and you should go to the Bukhara. ട്രാമിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസ് മീ ബ്രോ, can you explain him? Can you explain him? I already pay. Okay. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് ട്രാം വരുന്നത്. അപ്പോൾ ട്രാമിൽ നമുക്ക് ആ ഒരു രജിസ്ട്രാൻ സ്ക്വയറിൽ നിന്ന് 2000 സോം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താൻ വേണ്ടി പറ്റും. പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. Americans. No? ഇത് ട്രാമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഹൈ ബ്രോ, അടിച്ചു തരണേ Kamiljan. കാമൽ ജോൺ. അപ്പോൾ മൂപ്പരാൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാണ്. ഇതായിട്ട് വേണോ? Yes. സോറി. ഇവിടെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് കേട്ടോ ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ആയിട്ട് Yes. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ട്രാം ഇറങ്ങിയിട്ട് ഇതാണ് കേട്ടോ സമർഖന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ ഒരു സിറ്റി. ഇതാണ് ട്രാം നിൽക്കുന്നുണ്ടല്ലേ. വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് കേട്ടോ ഈ ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ട്രാം ഇറങ്ങിയത്. ഇനി നമ്മൾ ട്രാഫിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് പോയേക്കാം. സലാം. ട്രെയിൻ. സമർഖന്ദ് സിറ്റി. നമ്മുടെ പുലിവാൽ കല്യാണത്തെ ടാക്സി നോക്കി. ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ. ഇതാണ് സീബ്ര ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സിറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് സമർഖന്ദ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമുക്ക് 11:45 ട്രെയിന്. നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമർഖന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോയിട്ട് നമ്മളെ ടിക്കറ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ആക്കാം.